ആരെങ്കിലും പ്രയാസത്തിൽപ്പെട്ടാൽ അവരെ അങ്ങേയറ്റം സഹായിക്കും. എല്ലാ നിലക്കും സാമൂഹ്യക്ഷേമ സന്നദ്ധ പ്രവർത്തന മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ. പക്ഷെ അയാളടുത്ത് ചെറിയൊരു തകരാറുണ്ട്. എന്താ തകരാറ്? മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വാഹനമെടുത്ത് കുടുംബത്തെയും കൂട്ടി അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു ജാറത്തിൽ പോയി അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ നേർച്ചകൾ സമർപ്പിക്കാറുണ്ട്. പക്ഷെ അത് സമൂഹത്തിനൊന്നും ബാധിക്കാറില്ല, ആരും അത് അറിയാറില്ല. അങ്ങനെ ഒരു സംഗതി അയാൾ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വക്ത് അയാൾ മുടക്കൂല, ഒരൊറ്റ വക്ത് നിസ്കാരം അയാൾ കളയില്ല. അയാൾ ആര് സാധുവായ ആളുകൾക്ക് അങ്ങേയറ്റം അയാൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. ഈ ഭാഗത്ത് ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് അയാൾ സാധുക്കൾക്ക് ഒരു വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മഹത്വം നമ്മൾ നന്നായി പറയും. ഈ ചെയ്ത തെറ്റിനെ നമ്മൾ വളരെ ചെറുതായി നിസ്സാരമായി കാണുകയും ചെയ്യും. മനുഷ്യ ദൈവങ്ങൾ കേരളത്തിൽ പെരുകുകയാണ്. അവിടെയും ഈ മനഃശാസ്ത്രം പലപ്പോഴും നമ്മൾക്ക് കാണാറുണ്ട് അല്ലേ? അവര് ദൈവമാണ് എന്നോ അല്ല എന്നോ ഒക്കെ വാദിച്ചോട്ടെ, അവരെ കൂടെ ദൈവമുണ്ട്, അവര് ദൈവമാണെന്ന് വിചാരിച്ച ഒരു അനുയായികൾ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അവർ ചെയ്യുന്നത് വലിയ കാര്യമാണ്. സുനാമി ഉണ്ടായപ്പോൾ 100 കോടി രൂപയാണ് അമ്മ ചെലവഴിച്ചത്. അപ്പോൾ അവരുടെ മഹത്വം വലുതാവുകയാണ്, നമ്മുടെ മുമ്പിലും വലുതാവുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുകയാണ്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, ആ പ്രയോഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ര സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരാൾ ലോകത്തുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അത്രയും സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ ഒരു വ്യക്തിയുടെ അടുക്കൽ പോലും ശിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. ഏതുപോലെ നല്ലൊരു ബിരിയാണി വെച്ച് നമ്മളത് വിതരണത്തിന് വേണ്ടി പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് മണ്ണെണ്ണ ഒറ്റിയാൽ എന്ത് സംഭവിക്കും? അല്പം മണ്ണെണ്ണ ഒറ്റിയിട്ടുള്ളൂ. ആ ബിരിയാണിയിലെ ആ നല്ല അരിയും അതിലുള്ള മാംസവും മറ്റു സംഗതികളും ഒന്നും പിന്നീട് നമുക്ക് ഉപകാരപ്രദമാകുന്നില്ല. ബിരിയാണി നല്ലതല്ലേ, അരി നല്ലതല്ലേ, നെയ്യ് നല്ലതല്ലേ, അതിലുള്ള കോഴി നല്ലതല്ലേ, എല്ലാം നല്ലതാണ്. പക്ഷെ ആ നല്ലതിലേക്ക് ഈ വിഷം ഒറ്റിയതോടുകൂടി അതൊന്നും ഉപകാരപ്പെട്ടില്ല. ഇതേപോലെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അങ്ങനെയുള്ള സകല ഇബാദത്തുകളും നമ്മൾ ചെയ്യുമ്പോഴും അതിലേക്ക് ഈ വിഷം, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ശിർക്ക് ഒറ്റിയാൽ, അത് ചെയ്താൽ ആ വ്യക്തിയുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും തന്നെ അള്ളാഹുവിന് ആവശ്യമില്ല എന്നതാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി, സ്വർഗം മുടക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കുക എന്നതാണ്. ഇവിടെയാണ് പിശാച് വിജയിക്കുന്നതും. പിശാച് അതിനുണ്ടാക്കിയ രീതി എന്താ അറിയോ? മുസ്ലിങ്ങൾക്ക് ശിർക്ക് വരാൻ സാധ്യതയില്ല എന്ന ഒരു ചിന്ത തന്നെ മുസ്ലിം സമൂഹത്തിൽ പടർന്നു പിടിപ്പിച്ചു. അത് ചില പുരോഹിതന്മാരുടെ നാവുകളിലൂടെ സമൂഹം പഠിച്ചു വെച്ചു. ഒരു മുസ്ലിം ഒരുപക്ഷെ വ്യഭിചരിച്ചേക്കാം, അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പിലേക്കും കരിഞ്ചന്തയിലേക്കും തീവ്രവാദത്തിലേക്കും മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും കളവ് പറയുന്നതിലേക്കും ഒക്കെ അവൻ തെന്നി മാറിപ്പോയേക്കാം. പക്ഷേ ഈ ശിർക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് ചൊല്ലിക്കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കാൻ സാധ്യതല്ല എന്നൊരു രൂപത്തിലാണ് സാധാരണക്കാരുടെ ചിന്ത. അവിടെയാണ് ശൈത്താൻ വിജയിച്ചതും. പിന്നെ ഇയാൾ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല, പിശാച് ഇങ്ങനെ ചിരിക്കും. നിസ്കരിക്കുമ്പോഴും നോമ്പ് വെൽക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുമ്പോഴും സുന്നത്ത് നോമ്പ് എടുക്കുമ്പോഴും ഒക്കെ ശൈത്താന് നല്ല സന്തോഷമാണ്. കാരണം എന്താ? ഇതൊന്നും അവന് ഉപയോഗപ്പെടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. SSLC പാസ്സാകാതെ MBBS അഡ്മിഷൻ കിട്ടൂലല്ലോ. ആ MBBS ഒരുത്തങ്ങനെ അതിന്റെ എൻട്രൻസിനും എക്സാമിനും ഒക്കെ പോകുന്നതും
അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നതും ഫോം പൂരിപ്പിക്കുന്നതും ഒക്കെ ഒരാൾ SLC പാസ്സാകാത്ത ഒരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അയാളെ പറ്റി? ചെയ്യട്ടെ, അവസാനം അവിടേക്ക് എത്തുമ്പോൾ മനസ്സിലാകുവാനോ നടക്കൂല. ഇതേപോലെയാണ് എന്ത്, ഇത് 1ാം ക്ലാസ്സാണ് വിഷയം. ഇത് ശരിയാകാതെ വേറെ ഏത് അമല് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കൂല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ശൈത്താൻ എന്താണ്, ആളുകൾ എത്ര നന്മ ചെയ്താലും കോടിക്കണക്കിന് രൂപ സമ്പത്ത് ദാനം ചെയ്താലും ഈ കാര്യത്തിൽ പഴച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് പരലോകത്ത് ഉപകാരപ്പെടില്ല എന്ന് പിശാചിന് നന്നായിട്ടറിയാം. അപ്പൊ ശൈത്താൻ ആളെ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ആളുകൾ ആ രൂപത്തിലാണ് പോകുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മഹാഭൂരിപക്ഷം ആളുകളും ശിർക്കോടുകൂടിയല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഖുർആൻ അങ്ങനെ പറയുന്നത്. ഈ ധാരണക്ക് നേരെ തിരിച്ചാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളിൽ ഭൂരിപക്ഷവും കൂടുതൽ ആളുകളും ഈ ശിർക്കോടുകൂടിയാണ് ജീവിക്കുന്നത്. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ശരിയായ ജീവിതം ലഭിക്കുക, സ്വസ്ഥത ലഭിക്കുക, സ്വർഗം ലഭിക്കുക, ഹിദായത്ത് ലഭിക്കുക? അല്ലദീന യൽബിസു വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, അവർ വിശ്വസിച്ചു, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവർ ദുൽമിനെ വിശ്വാസത്തിൽ കലർത്തുകയും ചെയ്തില്ല. എന്താ ദുൽമ്? ഇന്നശ്ശിർക ലദുൽമുൻ അളീം. ഏറ്റവും വലിയ ദുൽമ്, അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ്. അത് വിശ്വാസത്തിൽ കലർത്താത്ത ആളുകൾ, അതിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. ഉലൈക ലഹുമുൽ അംന്, അവർ നിർഭയത്വമുള്ളവരാണ്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ മാർഗദർശനം സിദ്ധിച്ചവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഈ ജനങ്ങളെ, ഇത്തഖൂ ഹാദൽ ശിർക്ക്, നിങ്ങൾ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംല്, കറുത്ത പാറയിലൂടെ കറുത്ത ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് അരിച്ചു വരും, കാണാൻ കഴിയില്ല എന്നാണ്. ചെറുതും വലുതുമായ ശിർക്കിന്റെ ഒട്ടനവധി ഇനങ്ങൾ. ഖബർ, എല്ലാം നന്മയുടെ മൂടുപടം പിടിച്ചുകൊണ്ടാണ് ശിർക്ക് ജീവിതത്തിലേക്ക് കടക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഖബറുമായി ബന്ധപ്പെട്ട വിഷയം. ഖബർ സിയാറത്ത് റസൂലുള്ളാഹ് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ അനുവദിക്കപ്പെട്ട ഖബർ സിയാറത്തിന് 2 ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പരലോകത്തെ കുറിച്ച് ഓർക്കുക എന്നതാണ് ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ 2 കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാം. 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവനാണ് ഈ ഖബർ കിടക്കുന്നത്, എൻ്റെ വാപ്പയാണ് മറ്റേ ഖബറിൽ, മറ്റടുത്ത് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി മരിച്ച എൻ്റെ അയൽവാസിയാണ്, ഇതേപോലെ ഞാനും മരിക്കുമല്ലോ ഒരു സമയത്ത് എന്ന് ആ ഖബറിടത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടായി പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഖബർ സിയാറത്തിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശൈത്താൻ അവിടെ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു അറിയോ? ആളുകൾ ആ ധാരണ വെച്ച് ഖബറിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഈ 2 ലക്ഷ്യത്തെയും അട്ടിമറിച്ചു. 2 ലക്ഷ്യത്തെയും അട്ടിമറിച്ചു. അവിടെ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഉറൂസ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അവിടെ പരലോകത്തെ കുറിച്ചാണോ ആളുകൾ ആലോചിക്കുന്നത്? അല്ല, ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുന്നു. മരണ സർക്കസ്, അവിടെ വിവിധ രീതിയിലുള്ള ആഘോഷങ്ങൾ, പടക്കങ്ങൾ, കരിമരുന്ന് പ്രയോഗം, ഗജവീരന്മാർ, ലഹള, ഡാൻസ്. അല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഗതി, ഒരു ഡി അഡിഷൻ ക്യാമ്പിൽ, മദ്യത്തിന് അടിമയായ ആളുകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ക്യാമ്പിൽ വന്ന ഒരു സുഹൃത്തുണ്ടായി, ഒരു സഹോദരൻ, ഒരു 22 വയസ്സായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ മദ്യപാനത്തിന് അടിമയായത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ 9ാമത്തെ വയസ്സിലാണ് ഈ മദ്യം രുചിച്ചു നോക്കിയത് ആദ്യമായിട്ട്. എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ? കൊണ്ടോട്ടി നേർച്ചക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യമായി മദ്യം രുചിച്ചത്. അപ്പൊ എന്താ അവിടുത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഇസ്ലാം പറഞ്ഞ ഖബർ സിയാറത്തിന്റെ പേരും പറഞ്ഞ് ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന അവസ്ഥയാണിത്. പരലോകത്തെ കുറിച്ച് ഓർക്കണമെന്ന് ആ ലക്ഷ്യത്തെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, ദുനിയാവിനെ കുറിച്ച് മാത്രമല്ല, എല്ലാ തിന്മകളും തുടങ്ങുന്ന ഒരു കേന്ദ്രമായി അങ്ങനെയുള്ള ആഘോഷങ്ങൾ സമൂഹത്തിൽ മാറി. ഒന്ന്. രണ്ടാമത്തെ ലക്ഷ്യമോ,
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കബറാളിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അവിടെ എന്താക്കി മാറ്റി? അള്ളാഹ്